സോ നെക്സ്റ്റ് പാർട്ട് ഈസ് എന്താണ് ഡിറ്റക്ഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്ത 3 സെക്ഷനിലെ ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് പറഞ്ഞു, ടൈപ്സ് ഓഫ് ചാർജ് എന്താ പറഞ്ഞു, പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് എന്താണെന്ന് പറഞ്ഞു. അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറയുമെങ്കിൽ ഇപ്പോഴാട്ടോ നമ്മൾ കുട്ടികളെ വില മനസ്സിലാക്കുന്നത്. വെച്ചാൽ കുട്ടികളെ മുഖമാണ് അല്ലെങ്കിൽ അവരുടെ എന്ത് ചെയ്യുന്ന ഭാവങ്ങളാണ് നമ്മളെ വെച്ചോളം ഭയങ്കര എനർജി തരുന്നത്. അത് രാവിലെ മുതൽ രാത്രി വരെ എടുക്കാൻ വരെ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ കാണുമ്പോൾ വെച്ചാൽ ആ ഒരു എനർജി, അത് നിങ്ങൾ ചിരിക്കാൻ സമയത്തുള്ളതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജിയാണ് നമ്മൾ നിന്ന് രാത്രി വരെ ക്ലാസ് എടുക്കാനുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും എല്ലാം പെട്ടെന്ന് ക്ലിയർ ആവട്ടെ, എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നേരിൽ എന്ത് ചെയ്യുന്നു ക്ലാസ് എടുക്കാനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സോ അത് വെച്ചത് ഒരിക്കലും നമ്മൾ ക്ലാസ് ഒരു തരത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല കേട്ടോ. അങ്ങനെ അറിയാമല്ലോ, അതാണ് ഇങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കുന്ന അതേ രീതിയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ. പക്ഷെ എന്താണ് നിങ്ങളെ കാണുമ്പോൾ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യുന്ന ട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ആ ഒറ്റ പ്രയാസം മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിറ്റക്ഷൻ ഓഫ് ഇലക്ട്രിക് ചാർജിലേക്ക് കിടക്കാം. ആ പേര് തന്നെ ഉണ്ട്. അതായത് നമുക്ക് ചാർജ് ഡിറ്റക്ട് ചെയ്യണം അല്ലേ. ഏത് ടൈപ്പാണ് ചാർജ്, നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ചാർജാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് എന്ത് ചെയ്യുന്നത് ഡിറ്റക്ട് ചെയ്യണം അല്ലെങ്കിൽ കണ്ടുപിടിക്കണം. അങ്ങനെ മക്കളെ ശ്രദ്ധിക്കുക, ആ ടൈപ്പ് ഓഫ് ചാർജ് ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ പറഞ്ഞ പേരാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. എന്താണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്? അപ്പൊ എന്താണ് പേര് വരുന്നത്? ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. അപ്പൊ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഡിവൈസ്, ഇറ്റ് ഇസ് എ സിമ്പിൾ ഡിവൈസ് which is used to dictate the nature of electric charge. ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. സോ ആദ്യം നമുക്ക് അതിൻ്റെ ഡ്രോയിങ് വരയ്ക്കാം. ആ ഡ്രോയിങ് വരച്ചതിന് ശേഷം അതിൽ എങ്ങനെയൊക്കെയാണ് ചാർജ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സിമ്പിൾ ഒരു ഗ്ലാസ്, ഒരു ജാർ വരയ്ക്കാം. നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെ വരയ്ക്കണ്ട കുഴപ്പമില്ല. ഗ്ലാസ് ജാർ വെച്ചു, ഒരു ഗ്ലാസ് ജാർ വെച്ചു. നോക്കേ, ഇവിടെ ഇത് എയർ ടൈറ്റ് ആണ്. ഹിയർ അണ്ടർ വാക്വം വരുന്നത്. ഇതിന്റെ ഉള്ളിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു ഗ്ലാസ് സെഷന്റെ ഉള്ളിലായിട്ട് ഞാൻ എന്താ ചെയ്യുക, ഒരു മെറ്റൽ റോഡ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇത് കോർക്കാണ്, ഫുള്ളി എൻക്ലോസ്ഡ് ആണ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു മെറ്റൽ റോഡ് ഞാൻ ഇതിന് കൊടുത്തു. ആ മെറ്റൽ റോഡിന്റെ ബോട്ടം പാർട്ടിൽ ഞാൻ ചെയ്യുന്ന ഗോൾഡ് ലീഫ് ഞാൻ കൊടുത്തു. ബോട്ടം പാർട്ടിൽ എന്ത് കൊടുത്തു? ഗോൾഡ് ലീഫ് കൊടുത്തു. ആൻഡ് ഹിയർ അതിന്റെ ടോപ്പ് പാർട്ടിൽ ഞാൻ നോബ് ഞാൻ കൊടുത്തു. നോബ് അല്ലെങ്കിൽ ഡിസ്ക് അങ്ങനെ എന്തും കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവിടെ എന്ത് ചെയ്ത് നോബ് ഞാൻ കൊടുത്തു. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. സോ ഇതെന്താണ്? ഇത് മെറ്റൽ റോഡ് ആണ്. ആൻഡ് ഹിയർ ഗോൾഡ് ലീഫ് ആണ്. ആൻഡ് ഹിയർ മെറ്റൽ നോബ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക് എന്തോ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് അതിന്റെ സ്ട്രക്ചർ, പാറ്റേൺസ് എന്ന് പറയുന്നത് കേട്ടോ. മക്കൾക്ക് പ്രയാസം ഉണ്ടോ? ഇതെല്ലാം ഒരു മെറ്റൽ റോഡ് ഉണ്ട്, അതിന് അറ്റത്ത് നിന്ന് രണ്ടിൽ നിന്ന് ഗോൾഡ് ലീഫ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗോൾഡ് ലീഫ് ലൈക്ക് ദിസ് ഗോൾഡ് ലീഫ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അതിന്റെ ഏറ്റവും അറ്റത്ത് എന്താ ചെയ്യുക വെച്ചാൽ അതിന്റെ ടോപ്പ് പാർട്ടിൽ നിന്ന് ഒരു മെറ്റൽ നോബ് അല്ലെങ്കിൽ മെറ്റൽ ഡിസ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി ഈ ഇലക്ട്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നെങ്കിൽ ഇതിനെന്തെങ്കിലും ഫുൾ പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ എന്തെങ്കിലും കൊടുത്തിരിക്കണം. ഓക്കെ, ബിഫോർ യൂസിങ് ദി ഇലക്ട്രോസ്കോപ്പ് ഉപയോഗിക്കാൻ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഫുൾ അതിന് പോസിറ്റീവ് ചാർജ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുൾ ഞാൻ നെഗറ്റീവ് ചാർജ് കൊടുക്കും. മക്കളെ, ഞാൻ ഇവിടെ എന്താ ചെയ്യാൻ വെച്ചാൽ പോസിറ്റീവ് ചാർജ് ഞാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് എന്തെങ്കിലും എന്ത് ചെയ്യുന്ന ഡിവൈസ് ചെയ്യാൻ തന്ന അതിന്റെ പോസിറ്റീവ് ചാർജ് ഞാൻ കൊടുത്തു. കുഴപ്പമില്ലല്ലോ. സോ ഞാൻ ഇതിന് ആദ്യം നിന്ന് ഫുള്ളി പോസിറ്റീവ് ചാർജ് ഞാൻ കൊടുത്തു. ലൈക്ക് ദിസ്. ഡൗട്ട് നാം പാടില്ലേ? അത് പല തരത്തിൽ നമുക്ക് നിന്ന് ചാർജ് കൊടുക്കാൻ പറ്റും. പല മെത്തേഡ് ഓഫ് ചാർജിങ് ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട്
ഓക്കെ, അതെങ്ങനെ കൊടുത്ത് ഇനി കൺഫ്യൂഷൻ വന്ന് നിൽക്കാന്ന് വേണ്ട. പല മെത്തേഡ്സ് നമ്മൾ ചാർജിങ് കൊടുക്കാൻ പറ്റും. അതിൽ ഏതെങ്കിലും മെത്തേഡ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഓഫ് ചാർജിങ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. സോ അതിൽ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന ഇവിടെ എന്ത് ചെയ്യുന്നത് ആ ഒരു സെഷനിൽ ഫുള്ള് ചാർജ് കൊടുത്തു. ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു പോസിറ്റീവ് ചാർജാണ് കൊടുക്കുന്നത്. കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് നോക്കിക്കേ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നോക്കിക്കോ, ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണ് എനിക്ക് അറിയേണ്ടത് ആ ഒരു മെറ്റൽ സെക്ഷൻ ഞാൻ നിന്ന് അതിന് നിയർ ബൈ ആയിട്ട് ഞാൻ കൊണ്ടുവെക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു റോഡിന്റെ എന്ത് ചാർജ് ആണ് എനിക്ക് അറിയേണ്ടത്. ഈ ഒരു റോഡിന്റെ ചാർജ് ആണ് എനിക്ക് അറിയേണ്ടത്. കറക്റ്റ് മനസ്സിലാക്കിയേ. അപ്പൊ ഈ ഒരു റോഡ് ഞാൻ കൊണ്ടുവച്ചു. ആ ഒരു റോഡ് എന്ത് ചെയ്യുന്ന കൊണ്ട് ഞാൻ ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഈ നോബിൾ കൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കറച്ച് ഈ നോബിൾ കൊണ്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നോക്കണേ, ഈ ഒരു ഗോൾഡ് ലീഫ് അത് മക്കൾ ശ്രദ്ധിക്കാതെ അങ്ങനെ നിൽക്കുന്ന ഗോൾഡ് ലീഫിൽ നിന്ന് ഡൈവേർജ് ചെയ്യാന്ന് വെച്ചു. എനിക്കറിയാം ഡൈവേർജിങ് എന്താണ്. അതിങ്ങനെ പോവാന്നല്ലേ. കൺവേർജിങ് ആണ് ഒരു ഇതിലേക്ക് നിന്ന് കൂടിച്ചേരാന്നൊക്കെ മീൻ ചെയ്യുന്നല്ലേ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഗോൾഡ് ലീഫിൽ നിന്ന് ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ഇതെന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇതെന്തായിരിക്കും? അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. കാരണം നോക്കണം, നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് ഇതാ ഇത് മക്കൾ എന്ത് ചെയ്യുന്ന ഈ ഒരു ബോഡി എനിക്ക് ആദ്യം അറിയണ്ടോ ഈ ബോഡിയിലെ ചാർജ് എന്താണ് എനിക്ക് അറിയോ? ഇല്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ ആ ബോഡി ആ നോബിലോട് കൊണ്ട് വെക്കുന്ന സമയത്ത് ഇവിടെ ഈ ഗോൾഡ് ലീഫ് എന്ത് ചെയ്യുന്ന ഡൈവേർജ് ചെയ്യാന്ന് വെച്ചോ. ലൈക്ക് ദിസ്, ഈ രണ്ട് ഡയറക്ഷനിലേക്ക് ഡൈവേർജ് ചെയ്യാന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ മനസ്സിലായിരിക്കോ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ റോഡ് എന്താണ് പോസിറ്റീവ് ചാർജ് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ ഒന്ന് ആലോചിക്കണം, ഇവിടെ ഓൾറെഡി ഞാൻ പോസിറ്റീവ് ചാർജ് ഞാൻ കൊടുത്തു. പോസിറ്റീവ് ചാർജ് ഉള്ള അല്ലെങ്കിൽ എന്തോ പോസിറ്റീവ് ചാർജ് ഉള്ള റോഡ് ഞാൻ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇവിടെ വീണ്ടും എന്താ സംഭവിക്കുക മക്കളെ? റിപ്പൾഷൻ സംഭവിക്കാം. ഓർമ്മയുണ്ടോ? ലൈറ്റ് ചാർജിൽ നിന്ന് തമ്മിൽ റിപ്പൽ ചെയ്യും, അൺലൈറ്റ് ചാർജ് നിന്ന് അട്രാക്ട് ചെയ്യാൻ പഠിച്ചെന്നല്ലേ ആ ഒരു പ്രോപ്പർട്ടി അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്ര ഡീറ്റെയിൽ എപ്പോൾ പോകേണ്ട ആവശ്യം പറഞ്ഞെന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഇനി അവിടെ ചാർജ് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ട് നിന്ന് കൺവേർജ് ചെയ്യാന്ന് വെച്ചോ. അങ്ങനെ നിൽക്കുന്ന സംഗതി എന്ത് ചെയ്യുന്ന അത് കൺവേർജ് ചെയ്യാന്ന് വെച്ചോ. അപ്പൊ മനസ്സിലായിരിക്കോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിരിക്കുന്ന റോഡ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് റോഡായിരിക്കും. എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് റോഡായിരിക്കും. മക്കൾക്ക് മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? കറക്റ്റ് മനസ്സിലായിരിക്കും കേട്ടോ. ഇനി ഞാൻ അനദർ ഒരു ബോഡി കൊണ്ടുവച്ചു. അനദർ ബോഡി കൊണ്ടുവെക്കുന്ന സമയത്ത് ആ ഒരു ഗോൾഡ് ലീഫ് അനങ്ങുന്നില്ല. അതെങ്ങനെ നിൽക്കാന്ന് വെച്ചോ. വിച്ച് മീൻസ് അത് എനിക്ക് മനസ്സിലായത് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന ആ ഒരു ബോഡി എന്താണ്? ന്യൂട്രൽ ചാർജ് ആണ്. എന്താണ്? ന്യൂട്രൽ ചാർജ് ആണ്. അതെന്ത് അനങ്ങത്തില്ല, അതങ്ങനെ നിൽക്കും. ക്ലിയർ ആണോ മക്കൾക്ക്? ഓക്കെ ആണോ? മക്കൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാല് ഇവിടെ ഇലക്ട്രോസ്കോപ്പ് ഞാൻ പറഞ്ഞതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മുമ്പായിട്ട് എന്ത് ചെയ്യുന്നത് അതിൽ എന്തെങ്കിലും ചാർജ് നമ്മൾ കൊടുക്കണം. ഞാൻ അവിടെ പോസിറ്റീവ് ചാർജ് ഞാൻ കൊടുത്തു. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് ചാർജ് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു റോഡ് ഞാൻ എന്ത് ചെയ്യുന്ന ആ നോബിൽ വന്ന് കൊടുക്കുന്ന ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഗോൾഡ് ലീഫ് എന്ത് ചെയ്യുന്ന ഡൈവേർജ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ റോഡിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആ റോഡിന്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ 3 പോയിന്റ് പഠിക്കണം. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞേ. ഇനി അനദർ മെറ്റീരിയൽ കൊണ്ടുവന്നു. ആ മെറ്റീരിയൽ ഞാൻ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ഞാൻ നേരെ കൊണ്ട് അവിടെ നോബിൽ വെക്കുന്ന സമയത്ത് ആ ഒരു ഗോൾഡ് ലീഫ് എന്ത് ചെയ്യുന്ന കൺവേർജ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലായിരിക്കോ അവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ചാർജ് എന്താണ്? നെഗറ്റീവ് ആണെന്ന് മനസ്സിലായിരിക്കോ. ക്ലിയർ? ഇനി അനദർ മെറ്റീരിയൽ കൊണ്ട് എന്ത് ചെയ്യുന്നത് ആ നോബിൽ കൊണ്ടുവച്ച സമയത്ത് ആ ഗോൾഡ് ലീഫ് നിന്ന് അനങ്ങുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ കൊണ്ടുവച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? അത് ചാർജ്ലെസ് ആണ്, അവ ന്യൂട്രൽ ചാർജ് ആണ് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഫൈൻ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് അങ്ങനെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരാറില്ല ഈ സെഷൻസ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, നെക്സ്റ്റ് സെഷൻ ഈസ് മെത്തേഡ് ഓഫ് ചാർജിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിക്റ്റേഷൻ ഓഫ് ചാർജിങ് അല്ലെ, ഏത് ടൈപ്പ് ഓഫ് ചാർജ് ആണ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഞാൻ പറഞ്ഞു. സോ നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ് ഓഫ് ചാർജിങ്. ഓക്കെ, മക്കളെ മെത്തേഡ് ഓഫ് ചാർജിങ് വെച്ച് നോക്കുന്ന സമയത്ത് there are mainly 3 method of charging. Charging by friction വരുന്നുണ്ട്. Second one is charging by conduction വരുന്നുണ്ട്. Third one is charging by induction വരുന്നുണ്ട്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് എന്താണ് ചാർജിങ് മെത്തേഡ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ചാർജിങ് ബൈ
Tell me, charging by friction. Second one is charging by conduction. And third one is charging by induction. Friction എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടല്ലേ? ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് കേട്ടോ മക്കളെ. അതിൽ ഫസ്റ്റ് വൺ നോക്കിക്കോ. ഫസ്റ്റ് വൺ ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ശ്രദ്ധിച്ചേ, ഈസിയാണ്. ഇപ്പൊ രണ്ട് ബോഡിയാണ് എടുത്തു. ഇത് രണ്ട് ബോഡി. ഓക്കെ, എൻ്റെ കൈപ്പത്തികൾ രണ്ട് ബോഡി വെച്ചു. ഇതൊരു ബോഡി, ഇതൊരു ബോഡി. ഓക്കെ, ആ രണ്ട് ബോഡി തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്ന റബ്ബ് ചെയ്യുകയാണെങ്കിൽ, ശ്രദ്ധിച്ചേ, ആ രണ്ട് ബോഡികൾ തമ്മിൽ ഞാൻ എന്ത് ചെയ്യുന്ന റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് മക്കൾ എന്ത് ചെയ്യുന്ന ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്തു. ഇലക്ട്രോൺ എന്തായിരുന്നു ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്തു. ആ ഒരു മെത്തേഡ് ഓഫ് ചാർജിങ്ങിനെ പറഞ്ഞ പേരാണ് സിംപ്ലി എന്ത് ചെയ്യുന്നത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. സിംപ്ലി എന്ത് ചെയ്യുന്ന ചാർജിങ് ബൈ ഫ്രിക്ഷൻ. മനസ്സിലായോ? സംഭവം ഈസി അല്ലേ? രണ്ട് ബോഡി തമ്മിൽ നിന്ന് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്നു ചാർജ് എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മെത്തേഡ് ഓഫ് ചാർജിങ്ങിനെ പറഞ്ഞ പേരാണ് എന്ത് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ക്ലിയർ ആണോ മക്കൾക്ക്? ഓക്കെ അല്ലേ? പ്രയാസം ഉണ്ടോ? ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് മക്കളെ ഇതാ ഒരു ഗ്ലാസ് റോഡ്. ഇതൊരു ഗ്ലാസ് റോഡാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യും. ഓക്കെ, ഇതൊരു ഗ്ലാസ് റോഡ്. ഓക്കെ, ആ ഒരു ഗ്ലാസ് റോഡ് ഇത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണോ നമ്മളത് ഡിസ്കസ് ചെയ്തത്. ഫ്രിക്ഷൻ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഇത് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണോ. ആ ഒരു ഗ്ലാസ് റോഡിനെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നത് സിൽക്കുമായിട്ട്, ഇത് സിൽക്കാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യും. സിൽക്കല്ലേ? ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്ന ആ ഗ്ലാസ് റോഡിനെ ഞാൻ എന്ത് ചെയ്യുന്നത് സിൽക്കുമായിട്ട് ഞാൻ എന്ത് റബ്ബ് ചെയ്യാൻ ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയി റബ്ബ് ചെയ്യുന്ന സമയത്ത് നോക്കണേ, കണ്ടിന്യൂസ് ആയി റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺ മക്കളെ എങ്ങോട്ട് കിട്ടുക, അല്ലെങ്കിൽ ഗ്ലാസ് റോഡിൽ നിന്ന് ചാർജ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാറിയോ സിൽക്കിലേക്ക് നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്തു. അല്ലെങ്കിൽ ഗ്ലാസ് റോഡിൽ നിന്ന് മക്കളെ ഇലക്ട്രോൺസ് മക്കളെ നിന്ന് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ മക്കളെ ഈ ഗ്ലാസ് റോഡ് എന്തായി മാറി പോസിറ്റീവ് ചാർജ് ആയി മാറും അല്ലേ? ആരാണ് ഇലക്ട്രോൺ കൊടുക്കുന്നത് അവൻ എന്തായിരിക്കും പോസിറ്റീവ് അല്ലേ? ആരാണ് ഇലക്ട്രോൺ വാങ്ങുന്നവൻ അവൻ എന്തായിരുന്നു നെഗറ്റീവായി മാറും. അങ്ങനെയാണെങ്കിൽ സിൽക്ക് എന്തായി മാറും നെഗറ്റീവായി മാറും. Got it? Clear? So charging by friction is over. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. മക്കൾക്ക് എല്ലാവർക്കും ചാർജിങ് ബൈ ഫ്രിക്ഷൻ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. രണ്ട് ബോഡി തമ്മിൽ റബ്ബ് ചെയ്യുന്നു. അപ്പോൾ എന്തായിരുന്നു ഇലക്ട്രോൺ ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് പോവുകയാണെങ്കിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഇനി ചാർജിങ് ബൈ കണ്ടക്ഷൻ വെച്ച് നോക്കിക്കോ. രണ്ട് ബോഡീസ് ആണ്. ഓക്കെ, രണ്ട് ബോഡിയിൽ നിന്ന് ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യും കേട്ടോ. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ ചെയ്യുന്നത്? ഇവിടെ ഇലക്ട്രോൺ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിക്കേ. ഇവിടെ രണ്ട് ബോഡീസ്, ഇത് രണ്ട് ബോഡിയാണ്. ഈ രണ്ട് ബോഡീസ് തമ്മിൽ എന്ത് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്ന ഇവിടെ എന്ത് ചെയ്യുന്ന ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മെത്തേഡ് ഓഫ് ചാർജിങ് ഇസ് കോൾഡ് എന്താണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഈസി അല്ലേ? കാരണം പേരുണ്ട് കണ്ടക്ഷൻ. കണ്ടക്ഷൻ മീൻസ് കോണ്ടാക്ട്. അങ്ങനെ വെച്ചാൽ മതി. അതായത് രണ്ട് ബോഡി തമ്മിൽ എന്ത് ചെയ്യുന്ന അവിടെ എന്ത് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് എന്ത് ചെയ്യുന്ന ചാർജ് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എങ്ങനെ? ബൈ ആക്ച്വൽ അല്ലെങ്കിൽ ബൈ ആക്ച്വൽ എന്ത് ചെയ്യുന്ന ടച്ചിങ് വിത്ത് ഇറ്റ്. കണ്ടോ? ബൈ ടച്ചിങ് വിത്ത് ഇറ്റ്. അപ്പൊ നേരത്തെ നിന്ന് റബ്ബ് ചെയ്യുന്നതാണ് അല്ലേ? ഇവിടെ നിന്ന് രണ്ട് ബോഡി തമ്മിൽ കണ്ടോ ഇവിടെ ടച്ച് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺ മറ്റൊരു ബോഡിയിലേക്ക് നിന്ന് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മെത്തേഡ് ഓഫ് ചാർജിങ് പറഞ്ഞ പേരാണ് എന്ത് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ഓക്കെ, സോ ആ ചാർജിങ് ബൈ കണ്ടക്ഷൻ എങ്ങനെ നടക്കുന്നത് ഞാൻ വ്യക്തമായി കാണിച്ചു തരാം. മക്കൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ ചെയ്തത് അതിനുവേണ്ടി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മെറ്റൽ സ്പിയർ ഉണ്ട്. ഞാൻ നോർമൽ മെറ്റൽ സ്പിയർ യൂസ് ചെയ്യട്ടോ, കാരണം അല്ല NCERT മെറ്റൽ സ്പിയർ എന്നാണ് പറയാറ്. സോ അതുകൊണ്ട് ആ മെറ്റൽ സ്പിയർ എടുത്തിട്ടോ. വേറെ മെറ്റീരിയൽസ് ഒക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല. ഒരു മെറ്റാലിക് സ്പിയർ. ഓക്കെ, ഇതിന്റെ ചാർജ് എന്താണ് ന്യൂട്രൽ ചാർജ് ആണ്. സോ ഞാൻ ന്യൂട്രൽ ചാർജ് എന്നെ കൊടുത്തു, കുഴപ്പമില്ല. ന്യൂട്രൽ അതുകൊണ്ട് എന്നെ കൊടുത്തു. റെഡി? ക്ലിയർ? ഇനി നോക്കിക്കേ, ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ ആ ന്യൂട്രൽ ചാർജിലേക്ക് ഞാൻ നിന്ന് ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡ് ഞാൻ നിന്ന് ടച്ച് ചെയ്ത് വെച്ചു. ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡ് ഞാൻ നിന്ന് ആ ന്യൂട്രൽ ചാർജിലേക്ക് ഞാൻ നിന്ന് ടച്ച് ചെയ്തു. മക്കൾ ശ്രദ്ധിച്ചോ? അപ്പൊ എന്താ സംഭവിക്കുക? ഓക്കെ, എന്താ സംഭവിക്കുക വെച്ചാൽ അങ്ങനെ ടച്ച് ചെയ്യുന്നത് കാരണം ഓക്കെ ഇവിടെ in this case
in this case മെറ്റൽ സർഫസ് മാറ്റി വയ്ക്കുക ചെയ്തോ ആ ഒരു പോസിറ്റീവ് ചാർജ് ചെയ്യുന്ന റോഡിനെ അതിന് ഒരു ന്യൂട്രൽ ചാർജ് ടച്ച് ചെയ്യുന്നത് കാരണം എന്താ സംഭവിക്കാൻ വെച്ചാൽ ഈ ന്യൂട്രൽ ചാർജ് എന്താ സംഭവിക്കുക? ഇറ്റ് വിൽ ബിക്കം പോസിറ്റീവ് ചാർജ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരുന്നേ, ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടും കേട്ടോ. ഇപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ കിട്ടില്ല. ഈ നോർമൽ ഉള്ള സെഷൻ നിങ്ങൾക്ക് എവിടെ കിട്ടും. ഓക്കെ, ഇതെങ്ങനെ സംഭവിക്കാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ന്യൂട്രൽ ചാർജ് ഞാൻ തരുന്നു, ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡ് കൊണ്ട് ഞാൻ നിന്ന് ടച്ച് ചെയ്യിച്ചു. കറക്റ്റ് ശ്രദ്ധിച്ചേ. അപ്പൊ പോസിറ്റീവ് ചാർജ് മീൻസ് ഇവിടെ എന്താണ്? ഇലക്ട്രോൺ കുറവാണ്ടാവുക, ഇലക്ട്രോൺ കൂടുതലുണ്ടാവുക. ഓഫ് കോഴ്സ് എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ആണ് അല്ലേ? അതായത് ഇലക്ട്രോൺ നിന്ന് ഇവിടെ കുറവായിരിക്കും ഉണ്ടാവുക അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു പോസിറ്റീവ് ചാർജുള്ള ആ ഒരു ബോഡി അവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് മക്കളെ ഇത് രണ്ടും വെച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും ഇലക്ട്രോൺ കുറവ്. കാരണം പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ ഇലക്ട്രോണിന്റെ സംഖ്യ കുറവായിരിക്കും അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ന്യൂട്രൽ ചാർജിന് ഇലക്ട്രോൺ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നിന്ന് മൂവ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുക ഇത് എന്തായി മാറും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുക ഇത് എന്താണ് സംഭവിക്കുക? പോസിറ്റീവ് ചാർജ് ആയി മാറും. ക്ലിയർ? അതേപോലെ നെഗറ്റീവ് സെക്ഷൻ വെക്കുന്ന സമയത്തും ഇപ്പോൾ ഇത് ന്യൂട്രൽ ചാർജ് ആണെങ്കിൽ ഇവിടെ ഞാൻ നെഗറ്റീവ് ചാർജ് കൊണ്ട് നിന്ന് കോൺടാക്ട് വെക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുക ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ് ചാർജ്. മനസ്സിലാണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇതാണ് എന്ത്? ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. റെഡി? തേർഡ് മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന് പറയുന്നത് ഏതാണ്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഏതാണ്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ. നോക്കണേ, ഇവിടെ എന്താ സംഭവിക്കുക നോക്കിയേ. ഇവിടെ രണ്ട് ബോഡീസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചാർജ് എന്തെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അറിയാം? വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്. അങ്ങനെ പഠിച്ചാൽ മതി. കുറച്ചുകൂടി ഈസി. ബാക്കി ഡെഫിനിഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നോട്ട്സ് കിട്ടില്ലോ. അപ്പം ഇപ്പൊ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കിയപ്പോ ഇവിടെ മക്കളെ ശ്രദ്ധിക്കുക. ഇത് രണ്ട് ബോഡി ആണെങ്കിൽ ഈ ഒരു ബോഡിയിലേക്ക് മക്കൾ എന്ത് ചെയ്യുന്ന ഇവിടെ നിന്ന് ചാർജ് ട്രാൻസ്ഫർ ചെയ്യണം വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്. എന്താണ്? വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ പേരാണെന്ന് ചാർജിങ് ബൈ എന്താണ്? ഇൻഡക്ഷൻ. അപ്പൊ ഈസിയാണ്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്താണ്? റബ്ബ് ചെയ്തിട്ടില്ലേ? ചാർജിങ് ബൈ കണ്ടക്ഷൻ പറഞ്ഞ എന്താണ്? കണ്ടോ? ടച്ച് ചെയ്തിട്ട്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ പറഞ്ഞ എന്താണ്? വിത്തൗട്ട് ടച്ചിങ്. നെയ്ബറിംഗ് എന്താണ്? ചാർജ് കൊണ്ടുവെക്കുന്നത് കാരണം എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ എന്ത് ചെയ്യുന്നത്? ചാർജ് എന്ത് ചെയ്യുന്ന കിട്ടുന്നത്. റെഡി? സോ അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ് ചെയ്യാം. ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിയേ, ഇവിടെ എന്ത് ചെയ്യുന്നത്? ഞാൻ ന്യൂട്രൽ ചാർജുള്ള രണ്ട് മെറ്റൽ സ്പിയർ യൂസ് ചെയ്യാൻ ചെയ്യുന്നത് കേട്ടോ. ഒന്ന് യൂസ് ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടി മക്കൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാം. സ്റ്റെപ്പ് 1 നോക്കിയേ, അതിന്റെ മെത്തേഡ് വ്യക്തമായി പഠിച്ചേ പറ്റും. സ്റ്റെപ്പ് 1 ഞാൻ എന്താ ചെയ്യുന്നത്? രണ്ട് മെറ്റാലിക് സ്പിയർ എടുത്തു, ലൈക്ക് ദിസ്. രണ്ട് മെറ്റാലിക് സ്പിയർ എടുത്തു. അത് ഞാൻ ജസ്റ്റ് ടച്ച് വെച്ചു. കുഴപ്പമില്ല, ടച്ച് വെച്ചു. റെഡി? അതിലേക്ക് ഞാൻ നോക്കിയേ, ഞാൻ ഫസ്റ്റ് ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു റോഡ് ഞാൻ ചെയ്യുന്ന അതിനെ തൊട്ടടുത്ത് കൊണ്ടുവച്ചു, നിയർ ബൈ ആയിട്ട് കൊണ്ടുവച്ചു. ഓക്കെ, അങ്ങനെ നിയർ ബൈ കൊണ്ടുവെക്കുന്ന സമയത്ത് നോക്കണേ, അങ്ങനെ നിയർ ബൈ ആയിട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോൺ തന്നെ കുറവല്ലേ? ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ മെറ്റൽ സ്പിയറിലുള്ള ഇലക്ട്രോൺസിനെ എങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും? ഈ ഒരു മെറ്റൽ റോഡ്, പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ റോഡിലേക്ക് എന്ത് ചെയ്യുന്നത്? അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അത് വെച്ച് അങ്ങോട്ട് പോകുന്നുണ്ടോ? പോകുന്നില്ല. അങ്ങനെ മക്കളെ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് മക്കൾ എന്തായി മാറും? എക്സ് ഓഫ് ഇലക്ട്രോൺ ആയി മാറും അല്ലെ? അപ്പൊ എക്സ് ഓഫ് ഇലക്ട്രോൺ ആവുന്ന സമയത്ത് അത് എന്തായി മാറി? നെഗറ്റീവ് ചാർജ് ആയി മാറും. റെഡി? അത് എങ്ങനെ ആവുന്ന പറഞ്ഞോ. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ എങ്ങനെ ആവുന്നത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. കാരണം വെച്ചാല് ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ തൊട്ടടുത്തുള്ള സെക്ഷൻ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് തൊട്ടടുത്തുള്ള സെക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും വരും. ഓക്കെ, സോ സ്റ്റെപ്പ് 2. ഓക്കെ, സ്റ്റെപ്പ് 2 എന്താ സംഭവിക്കാൻ വെച്ചാൽ സ്റ്റെപ്പ് 2 ആ ഒരു മെറ്റൽ സ്പിയറിന് എന്താ സംഭവിക്കാൻ വെച്ചാൽ അവിടെ ചാർജ് വരാണ് ചെയ്തത്. ആ കേസാണ് ഞാൻ കാണിക്കുന്നത്.
സോ ഹിയർ ഇവിടെ പോസിറ്റീവ് ചാർജ് ആവുന്നത് കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ള ഇലക്ട്രോൺസ് എന്താ വെച്ചാൽ എന്ത് മെറ്റൽ റോഡിലൊക്കെ അട്രാക്ട് ചെയ്യാൻ ചെയ്യുന്ന. സോ ഹിയർ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ എന്ത് സംഭവിക്കുന്നത് നെഗറ്റീവ് ചാർജ് ആയി മാറും. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഫിയർ എന്തായി മാറിയോ, അത് പോസിറ്റീവ് ചാർജ് ആയി മാറാൻ ചെയ്തു. അതെന്താ പോസിറ്റീവ് ചാർജ് ആയി മാറാൻ ചെയ്തു. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അതായത് ഏത് ചാർജാണ് ഞാൻ കൊടുക്കുന്നത്, അപ്പൊ അതിനെ തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് സെക്ഷൻ ആയി മാറും, അതിന്റെ ആൾട്ടർനേറ്റിംഗ് ചാർജ് ആയി മാറും. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ പോസിറ്റീവ് കൊടുക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള നെയ്ബറിംഗ് സെക്ഷൻ ആയി മാറും, നെഗറ്റീവ് ആയി മാറും. അതിന് തൊട്ടടുത്തുള്ള സെക്ഷൻ ആയി മാറും, പോസിറ്റീവ് ആയി മാറും. ആൾട്ടർനേറ്റീവ് ഇങ്ങനെ മാറി മാറി പഠിച്ചാൽ മതി. അപ്പൊ ഈസി ആവും കാര്യങ്ങൾ. റെഡി, ക്ലിയർ? ഞാൻ എന്താ ചെയ്യാൻ സ്റ്റെപ്പ് 3 ഞാൻ എന്താ ചെയ്യാൻ നോക്കിയേ, ഞാൻ ഇതാണ് സെപ്പറേറ്റ് ചെയ്യാൻ ചെയ്തു. അതായത് റോഡിനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടോ, പോസിറ്റീവ് ചാർജുള്ള റോഡിനെ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ആ രണ്ട് മെറ്റൽ സ്ഫിയറിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്യും. ലൈക്ക് ദിസ്. നോക്കിയേ, സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. സോ ഇതെന്താണ്, ഇത് നെഗറ്റീവ് ചാർജ് സെക്ഷൻ ആൻഡ് ഹിയർ ദിസ് വൺ ഇസ് എന്താണ് പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ സ്ഫിയർ ആയി മാറും. അതിനുശേഷം സ്റ്റെപ്പ് 4 ഞാൻ എന്താ ചെയ്യാന്ന് ഈ ഒരു പോസിറ്റീവ് ചാർജ്, ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലേ, ഞാൻ പോസിറ്റീവ് ചാർജ് റോഡ് ചെയ്യുന്നത് എടുത്തു മാറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ എടുത്തു മാറ്റുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിച്ചാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്ന ആ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജിൽ നിന്ന് അതിൽ നിന്ന് ഗെറ്റ് റീ അറേഞ്ച്, അത് ഓട്ടോമാറ്റിക് റീ അറേഞ്ച് ആവാണ് ചെയ്തത്. അങ്ങനെ റീ അറേഞ്ച് ചെയ്തിട്ട് നോക്കിയേ, അങ്ങനെ റീ അറേഞ്ച് ആയിട്ട് നോർമൽ ലെവലില് ഈക്വൽ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജും അതേപോലെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ഇതൊന്ന് റീഅറേഞ്ച് ആവാൻ ചെയ്യുന്നത് നമുക്ക് ഈക്വൽ ആയിട്ട് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജ് ഉണ്ടാവാൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ 1 2 3 4 5 6 നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവിടെ തിരികെ വരാം 6 നെഗറ്റീവ് ചാർജ് തന്നെ വരും. റെഡി, ക്ലിയർ? ഇത്രയേ ഉള്ളത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതാണ് കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിക്കാനുള്ളത്, ഡെപ്തിൽ പോകാനുള്ളത്. ഈസി ആണല്ലോ. ഞാൻ പറഞ്ഞ ഷോർട്ട് ട്രിക്ക് നിങ്ങളൊന്ന് കീപ്പ് ചെയ്യുക. അതായത് നെയ്ബറിംഗ്, അതായത് തൊട്ടടുത്ത് ഏത് ചാർജാണ് കൊണ്ടുവെക്കുന്നത് അതേ നെയ്ബറിംഗ് സൈഡിലുള്ള സ്ഫിയർ എന്തായി മാറും, അതിന്റെ ആൾട്ടർനേറ്റിംഗ് ചാർജായി മാറും. അതായത് ഇവിടെ പോസിറ്റീവ് ആയി തൊട്ടടുത്ത് എന്തായി മാറും, നെഗറ്റീവ് ആയി മാറും. ഓക്കെ, അങ്ങനെ തൊട്ടടുത്ത് എന്തായി മാറും, അതിൽ നിന്ന് വീണ്ടും പോസിറ്റീവ് ആയി മാറും. ഇനി ഇവിടെ നെഗറ്റീവ് ചാർജ് കൊണ്ടുവെക്കുകയാണെങ്കിലോ, ഓഫ് കോഴ്സ് ശ്രദ്ധിക്കുക, ഇവിടെ നെഗറ്റീവ് ചാർജ് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇവിടെ എന്തായി മാറും, പോസിറ്റീവ് ചാർജ് ആയി മാറും. ഇവിടെ എന്താവും, നെഗറ്റീവ് ചാർജ് ആയി മാറും. ക്ലിയർ? ഓക്കെ അല്ലേ? ഇത്രയുള്ള ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോബ്ലം, നിങ്ങൾ പ്രോബ്ലം സെക്ഷൻ, പ്രോബ്ലമാറ്റിക് ലെവലിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, യെസ്. നമ്മൾ ചാർജിങ് ബൈ ഇൻഡക്ഷന്റെ സ്റ്റെപ്സ് കറക്റ്റ് കാണിച്ചു തന്നു ഞാനല്ലേ. രണ്ട് സ്പിയർ ഒക്കെ ചെയ്യാം, വേണമെങ്കിൽ ഒരു സ്പിയർ യൂസ് ചെയ്യാം കേട്ടോ. ഇവിടെ ഒരു സ്പിയർ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ വന്ന ക്വസ്റ്റ്യൻ ആണ്, തിയറിക്കൽ ലെവലിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ക്യാൻ യു ചാർജ് എ മെറ്റൽ സ്പിയർ പോസിറ്റീവ്ലി വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്. അപ്പൊ വിത്തൗട്ട് ടച്ചിങ് ഇറ്റ് എന്ന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വെച്ചാൽ അതെന്താണ്, ചാർജിങ് ബൈ എന്താണ്, കണ്ടക്ഷൻ അല്ല, ചാർജിങ് ബൈ ഇൻഡക്ഷൻ ആയിരിക്കും മനസ്സിലാക്കാം. ഓക്കെ, സോ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ സ്പിയർ മാത്രമാക്കി മാറ്റണം എനിക്ക്, അതിനെന്ത് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കിക്കോ, അതിന് ഞാൻ ഒരു മെറ്റൽ സ്പിയർ എടുത്തു, പോസിറ്റീവ് ചാർജ് കിട്ടുമ്പോഴേക്ക് ഫുള്ളി പോസിറ്റീവ് ചാർജ് ആണ് കിട്ടേണ്ടത്. നോക്കിയേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു മെറ്റൽ റോഡ് എടുക്കും, ഹാവിങ് നെഗറ്റീവ് ചാർജ്. ഹാവിങ് എന്താണ്, നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിന്റെ മെറ്റൽ റോഡ് എടുത്ത് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് റോഡുള്ള മെറ്റൽ ചാർജ് കൊണ്ടുവെക്കുന്ന സമയത്ത് അതിന് തൊട്ടടുത്തായി മാറും. എന്തായിരിക്കും പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും, ആൾട്ടർനേറ്റ്. ഓർമ്മല്ലേ, ആൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. നെഗറ്റീവ് ചാർജ് കൊണ്ടുവെക്കുന്ന സമയത്ത് തൊട്ടടുത്തായി മാറും, പോസിറ്റീവായി മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അതർ സൈഡ് എന്തായി മാറും, നെഗറ്റീവായി മാറും. മക്കൾ മനസ്സിലാക്കാം, നേരത്തെ രണ്ട് സ്പിയർ ആയിട്ട് കുറച്ചുകൂടി വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഓരോ സ്പിയർ സെക്ഷൻ ആയിട്ട് കാണിച്ചത്. ഓക്കെ, ഇവിടെ ഒറ്റ സ്പിയർ വരുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം, അതായത്
നെഗറ്റീവ് ചാർജ് റോഡ് കൊണ്ടുവെക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ഭാഗം എന്തായിരിക്കും? അതായി മാറും, പോസിറ്റീവ് ചാർജ് ആയി മാറും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഈ ഒരു എൻഡ് എന്തായി മാറും? നെഗറ്റീവ് ചാർജ് ആയി മാറും. നേരത്തെ കൺഫ്യൂഷൻ വരാൻ പാടില്ലേ. നേരത്തെ രണ്ട് സ്പിയർ ടച്ച് വെക്കുന്ന സമയത്ത് ശരിക്കും ആ ഒറ്റ സ്പിയർ പോലെ കൺസിഡർ ചെയ്തിട്ട് ഒരു ഭാഗം ഫുള്ള് പോസിറ്റീവ് ഒരു ഭാഗം ഫുള്ള് നെഗറ്റീവ് ഞാൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. റെഡി? ഒറ്റ സ്പിയർ ആ പഠിക്കേണ്ടത്. പക്ഷെ കറക്റ്റ് കുറച്ചും കൂടി കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് ടഫസ്റ്റ് ഏരിയ കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് രണ്ട് സ്പിയർ ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചിരുന്നത് നേരത്തെ കേസ്. ഓക്കെ ആണോ? ഇത് ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ നോക്കിയോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാൻ വെച്ചാൽ ഇത് സ്റ്റെപ്പ് 1 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ നോക്കിയേ, ഇനി ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ എനിക്ക് പോസിറ്റീവ് ചാർജ് മാത്രം മതിയില്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ആ മെറ്റൽ സ്പിയറിലുള്ള നെഗറ്റീവ് ചാർജിനെ എനിക്ക് എന്ത് ചെയ്യുന്നത് റിമൂവ് ചെയ്യണം. അതിനെന്താ ചെയ്യാം നോക്ക്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച SLCയിലൊക്കെ നിങ്ങൾ പഠിച്ച ഒരു കേസ് ഉണ്ട്. ആ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും കേട്ടോ. ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ എക്സസ് ചാർജ് അല്ലേ, അതിനെ ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ ഈസി ആയിട്ട് നിന്ന് അങ്ങോട്ട് എർത്തിങ് ചെയ്യും. അങ്ങോട്ട് എന്ത് ചെയ്യും? എർത്തിങ് ചെയ്യും. അങ്ങനെ എർത്തിങ് ചെയ്യുന്ന സമയത്ത് എന്താവും സംഭവിക്കുക? ഈ എക്സസ് ചാർജ് എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സസ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്ന അതിൽ നിന്ന് ഭൂമിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഫൈൻ, ക്ലിയർ? സോ ഹിയർ ഫൈനലി എന്ത് മാത്രം ഉണ്ടാവും നോക്കിക്കേ, എന്ത് മാത്രം ഇവിടെ ഉണ്ടാവും? പോസിറ്റീവ് ചാർജ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പോസിറ്റീവ് ചാർജ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. റെഡി? ഞാൻ എന്ത് ചെയ്യുന്ന ഇതങ്ങോട്ട് നിന്ന് ജസ്റ്റ് നിന്ന് ഇതാദ്യം വരച്ചു വെച്ചു. ഫൈനൽ ചെയ്യുന്ന ഇതങ്ങോട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങോട്ട് റിമൂവ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് ഫൈനലി എന്ത് മാത്രം ഉണ്ടാവുള്ളൂ? അവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മെറ്റൽ സ്പിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. നോക്കണേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഞാൻ പോസിറ്റീവ് ചാർജ് മാത്രം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് മാത്രം കിട്ടാൻ ഫസ്റ്റ് പോസിബിൾ അല്ല. സോ പോസിറ്റീവ് ചാർജ് കിട്ടാൻ വേണ്ടി ഞാൻ നെഗറ്റീവ് ചാർജ് റോഡ് തൊട്ടടുത്ത് കൊണ്ട് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജ് എവിടെ വെക്കുന്നത് തൊട്ടടുത്തുള്ള ഭാഗം എന്തായിരിക്കും? പോസിറ്റീവായി മാറും. അതിന് നെക്സ്റ്റ് സൈഡ് എന്തായി മാറും? നെഗറ്റീവായി മാറും. അങ്ങനെ നെഗറ്റീവ് സൈഡ് ചാർജ് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എർത്തിങ് ചെയ്തു. അപ്പൊ നെഗറ്റീവ് ചാർജ് ഫുള്ള് പോയി. ദെൻ ഫൈനലി ഇത് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് നോർമൽ ലെവലിൽ നിന്ന് പോസിറ്റീവ് ചാർജ് മാത്രമുള്ള എന്ത് കിട്ടും? ഒരു മെറ്റൽ സ്പിയർ കിട്ടാണ് ചെയ്തു. റെഡി? ക്ലിയർ? ഇനി ഇതേപോലെ മക്കൾ എന്താ ചെയ്യുന്നത്? മക്കൾ ഒരു ബുക്ക് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? ഇതേപോലെ എന്ത് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള മെറ്റൽ സ്പിയറിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്. ക്ലിയർ? ഓക്കെ അല്ലേ? സോ എന്ത് ചെയ്യുന്ന ആ കാര്യം കുറച്ചും കൂടി ക്ലിയർ ആവും. ഫൈൻ. അങ്ങനെ മക്കളെ നമ്മൾ മെത്തേഡ് ഓഫ് ചാർജിങ് എന്ന സെഷൻ ഇസ് ഓവർ.